MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എൽസിയും മകളും കണ്ടു തുറന്നെങ്കിലും നില ഗുരുതരം. പാലക്കാട്ടേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചേക്കില്ല. പാലക്കാട് പുൽപ്പുള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തതിനിടെ കാറിന് തീപിടിച്ച് പരിക്കേറ്റ അമ്മയുടെയും മകളുടെയും നില ഗുരുതരമായി തുടരുന്നു. ഇരുവരും കണ്ണു തുറന്നുവെങ്കിലും എൽസിയുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. ഈ അവസ്ഥയിൽ ഇവരെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് വിവരം. പാലക്കാട് പുൽപ്പുള്ളി അത്തിക്കോട് പൂളക്കാട്ടിൽ പരേതനായ മാർട്ടിന്റെ ഭാര്യ എൽസി, മകൾ അലീന എന്നിവരാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. എൽസിക്ക് 45%, അലീനയ്ക്ക് 35% പൊള്ളലേറ്റിട്ടുണ്ട്. എൽസിയുടെ മറ്റ് രണ്ട് മക്കളായ ആൽഫ്രഡ് മാർട്ടിൻ, എമിൽ മരിയ മാർട്ടിൻ എന്നിവർ എറണാകുളത്തെ ആശുപത്രിയിൽ വച്ച് മരിച്ചിരുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തന്റെ ഇളയ കുഞ്ഞുങ്ങൾക്ക് അവസാന യാത്രയപ്പ് നൽകുവാൻ അമ്മ എത്തുന്നതും കാത്താണ് ഇവരുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കാറിന്റെ പിന്നിലിരുന്ന ആൽഫ്രഡിന് 75%, എമിലീനയ്ക്ക് 65% പൊള്ളലേറ്റിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5-നായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവമുണ്ടായത്. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം പുറത്തുപോകാനായി കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാറിന്റെ പിൻഭാഗത്തു നിന്നും തീ പടരുകയായിരുന്നു എന്നാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിനിടെ മുത്തശ്ശി ഡെയ്സിക്കും പൊള്ളലേറ്റെങ്കിലും ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ ആക്രമണമെന്ന് ഉൽഫ വിഭാഗം, 3 നേതാക്കൾ കൊല്ലപ്പെട്ടു, നിഷേധിച്ച് ഇന്ത്യ. മ്യാൻമറിലെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി നിരോധിത സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസോം ഇൻഡിപെൻഡന്റ് ആരോപിച്ചു. ആരോപണം സൈനിക അധികൃതരും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും നിഷേധിച്ചു. ഇന്ത്യൻ അതിർത്തിയിലെ ആക്രമണത്തിൽ തങ്ങളുടെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ നയൻ മേധി ഉൾപ്പെടെ 3 നേതാക്കൾ കൊല്ലപ്പെട്ടതായും 19 പേർക്ക് പരിക്കേറ്റതുമായുമാണ് സംഘടനയുടെ ആരോപണം. മണിപ്പൂർ സായുധ ഗ്രൂപ്പുകളായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെ കേഡറുകളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അവർ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് സൈനിക അധികൃതർ പറഞ്ഞു. അസമിന്റെ മണ്ണിൽ നിന്നും ഇത്തരം ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞു. കണ്ണോട് കണ്ണായിടാം. ഏയ് ജോബ് എവിടെയായിരുന്നു ഇത്രകാലം? ഒരു പാട്ട് റിലീസ് ചെയ്ത് ഒരു പതിറ്റാണ്ടിന് ശേഷം സൂപ്പർ ഹിറ്റായി മാറുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതായിരിക്കാം. അടുത്തിടെ സോഷ്യൽ മീഡിയ റീലുകളിൽ ഓളം വെട്ടുന്ന കണ്ണോടു കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം എന്ന ഗാനം കേട്ട് ഗൂഗിളിൽ തിരഞ്ഞുപോയ ആസ്വാദകരെ അത്ഭുതപ്പെടുത്തിയതും ഈ ഗാനത്തിന്റെ പഴക്കം തന്നെ. ഗായകനും സംഗീത സംവിധായകനുമായ ജോബ് കുര്യൻ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി 10 വർഷം മുൻപ് ഈണമിട്ട ഈ ഗാനമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇൻസ്റ്റഗ്രാം റീലുകളിലടക്കം തരംഗമായി മാറിയത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റേതാണ് വരികൾ. മൃദുല വാര്യർക്കൊപ്പം ജോബ് കുര്യനും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന്റെ ഹൃദയം തൊടുന്ന മെലഡി ഫീൽ തന്നെയാണ് ഗാനം ആസ്വാദകർ ഏറ്റെടുക്കുവാൻ കാരണം. ഇത്ര ഫീലുള്ളൊരു പാട്ടായിരുന്നിട്ടും എവിടെയായിരുന്നു ഇത്ര കാലം എന്നായിരുന്നു യൂട്യൂബിൽ പാട്ട് തിരഞ്ഞെത്തിയ പലരുടെയും കമന്റ്. പാട്ടിന്റെ വരികൾ പല യുവഗായകരും വീണ്ടും ആലപിക്കുന്ന വീഡിയോയും ഇൻസ്റ്റ റീലുകളിൽ ഹിറ്റായി മാറിക്കഴിഞ്ഞു. പ്രശസ്ത തെന്നിന്ത്യൻ അഭിനേത്രി ബി സരോജ ദേവി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 200ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടി. ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ, NT രാമറാവു, രാജ്കുമാർ തുടങ്ങിയ ഇതിഹാസങ്ങൾക്കൊപ്പം തിളങ്ങിയ താരത്തെ അഭിനയ സരസ്വതി, കന്നഡത്തു പൈങ്കിളി എന്നും വിശേഷിപ്പിച്ചിരുന്നു. 1938 ജനുവരി 7 ബംഗളൂരുവിൽ ജനിച്ച സരോജ ദേവി പോലീസ് ഉദ്യോഗസ്ഥനായ ഭൈരപ്പയുടെയും രുദ്രമ്മയുടെയും 4ാമത്തെ മകളാണ്. 1955 കന്നഡ ക്ലാസിക് മഹാകവി കാളിദാസ എന്ന ചിത്രത്തിലൂടെ 17ാം വയസ്സിലാണ് സരോജ ദേവി സിനിമാ ലോകത്തേക്ക് കടക്കുന്നത്. 1958 MGRനൊപ്പം നാടോടി മന്നൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ കരിയർ ഗ്രാഫ് ഉയർന്നു. ചിത്രം അവരെ തമിഴ് സിനിമയിലെ താരപദവിയിലേക്ക് ഉയർത്തി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചിത്രീകരണത്തിനിടെ ജീപ്പ് മറിഞ്ഞ് സ്റ്റണ്ട്മാന് ദാരുണാന്ത്യം. സിനിമാ ചിത്രീകരണത്തിനിടെ തമിഴിലെ പ്രശസ്ത സ്റ്റണ്ട്മാൻ മോഹൻ രാജ് എന്ന രാജുവിന് ദാരുണാന്ത്യം. രഞ്ജിത്തും നടൻ ആര്യയും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ സെറ്റിൽ കാർ സ്റ്റണ്ട് നടത്തുന്നതിനിടെയാണ് അപകടം നടന്നത്. റാമ്പിൽ കയറി ബാലൻസ് നഷ്ടപ്പെട്ട വണ്ടി മറിയുകയും മുൻവശത്ത് ശക്തമായി ഇടിച്ചിറങ്ങുകയും ചെയ്യുകയായിരുന്നു. വേളാങ്കണ്ണിക്ക് സമീപമുള്ള ഗ്രാമത്തിൽ വെച്ചായിരുന്നു ചിത്രീകരണം. അപകടത്തെ തുടർന്ന് രാജുവിന് ഹൃദയാഘാതമുണ്ടാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു.
മമ്മൂട്ടി കമ്പനി വിളിച്ചു. ഖാലിദ് അൽ അമീരി മലയാള സിനിമയിലേക്ക്. UAE താരത്തിന്റെ വരവിനെ ആവേശത്തോടെ സ്വീകരിച്ച് സൈബർ ലോകം. ഏറെ മലയാളി ആരാധകരുള്ള UAEയിലെ സമൂഹമാധ്യമ താരവും ഇൻഫ്ലുവൻസറുമായ ഖാലിദ് അൽ അമീരി മലയാള സിനിമയിൽ നടനായി അരങ്ങേറ്റം കുറിക്കുന്നു. ചത്ത പച്ച ദി റിംഗ് ഓഫ് റൌഡീസ് എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലൂടെയാണ് ഖാലിദ് മലയാള സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഈ WWE ശൈലിയിലുള്ള ആക്ഷൻ ഡ്രാമ ചിത്രത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുക. വാഹനാപകടം കാണുവാൻ ശ്രമിച്ചാൽ പണി കിട്ടും. കടുത്ത നടപടിക്ക് UAE. വാഹനാപകടം ഉണ്ടാകുമ്പോൾ അത് കാണാൻ വാഹനത്തിന്റെ വേഗം കുറച്ചു പോകുന്നവരെ ശിക്ഷിക്കുവാൻ പോലീസ് തീരുമാനിച്ചു. ഇവർ കിലോമീറ്റർ നീളുന്ന ഗതാഗത കുരുക്കുണ്ടാക്കും. കാഴ്ച കാണുവാൻ വാഹനത്തിന്റെ വേഗം കുറയ്ക്കുന്നവർക്ക് കടുത്ത പിഴ ശിക്ഷ നൽകുവാനാണ് തീരുമാനം. വിവിധ എമിറേറ്റിലെ പോലീസുമായുള്ള സഹകരണത്തിലാണ് ഇത് നടപ്പാക്കുക. കാഴ്ച കാണുവാൻ വേഗം കുറയ്ക്കുന്നവർക്ക് 1000 ദിർഹമാണ് പിഴ. ഇതിനു പുറമെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന ഏതുതരം നിയമലംഘനങ്ങൾക്കും 500 ദിർഹം വരെ പിഴ ലഭിക്കും. ആംബുലൻസ്, പോലീസ്, സിവിൽ ഡിഫൻസ്, മറ്റ് ഔദ്യോഗിക വാഹനങ്ങൾ എന്നിവയ്ക്ക് കടന്നുപോകുവാൻ മുൻഗണന നൽകാതിരുന്നാൽ 3000 ദിർഹമാണ് പിഴ. അത്തരം വാഹനങ്ങൾ 30 ദിവസത്തേക്ക് പിടിച്ചുവെക്കും. ഡ്രൈവറുടെ ലൈസൻസിൽ ബ്ലാക്ക് മാർക്കും പതിക്കും. വിംബിൾഡൺ ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യൻ വംശജൻ റോനിത് കർക്കിക്ക് നിരാശ. ബൾഗേറിയയുടെ ഇവാൻ ഇവനോവിനോട് ഫൈനലിൽ തോറ്റു. വിംബിൾഡൺ ടെന്നീസ് ജൂനിയർ ഫൈനലിൽ US താരമായ ഇന്ത്യൻ വംശജൻ റോനിത് കർക്കിക്ക് തോൽവി. ക്വാളിഫയർ ജയിച്ചെത്തിയ റോനിതിനെ ബൾഗേറിയയുടെ ഇവാൻ ഇവനോവാണ് നേരിട്ടുള്ള സെറ്റുകൾക്ക് 6-2, 6-3 വീഴ്ത്തിയത്. 2001 മുംബൈയിൽ നിന്നും USലേക്ക് കുടിയേറിയ ത്രിലോക് കർക്കി കാഞ്ചൻ ദമ്പതികളുടെ മകനാണ് 17-കാരൻ റോനിത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.